കുഞ്ഞോളെ ഉമ്മാൻ്റെ കുട്ടി ഒരുങ്ങ. അല്ല കുഞ്ഞോളെ എനക്ക് ഇന്ന് തന്നെ പോണടി. നിങ്ങൾ എന്തൊക്കെ ഇമ്മായി പറയണത്? അല്ലെങ്കിൽ നിങ്ങൾ 2-3 ആഴ്ച കഴിയുമ്പത്തിന് പറയൽ തുടങ്ങും, കുഞ്ഞോളെ ഏജ് പോണില്ലേ ഏജ് പോണില്ലേന്ന്. ഇപ്പൊ നിങ്ങൾ പറിച്ചു നേരെ കുത്തനെയല്ലോ. അങ്ങനെയല്ലടി ഉമ്മ പറഞ്ഞത്. ഒരു സാധനം ഉമ്മാൻ്റെ പള്ളേക്ക് തട്ടാൻ പറ്റണില്ല. ഒരു പച്ചവെള്ളം തട്ടുമ്പോതിന് പള്ളേൻ്റെ ഉള്ളിൽ കൂടെ ആകെ ഒരു വരുത്തോ സഞ്ചാരോ. ആ കണ്ണി കണ്ട സാധനം തിന്ന് തുടങ്ങിയതാ. എത്താ റബ്ബേ പറ്റിയത് അറിയൂല. എന്റെ പൊന്നാര ഇമ്മ, അതിനിപ്പോ ഞാനിവിടെ നിന്നോണ്ട് നിങ്ങളത് മാറുമോ? നിങ്ങളൊരു കാര്യം ചേച്ചി, ഇടക്കും തലക്കുവേ ആ ചൂടുള്ള കഞ്ഞളം ഇപ്പിടെ കുടിച്ചാൽ മതി. അത് താൻ അവിടെ നിൽക്കും. ഒന്നാമതേ ശീലല്ലാത്ത ഒന്നും തിന്നോണ്ടുള്ള കുഴപ്പമാണ്, അല്ലാത്തൊരു പ്രശ്നമല്ല. പള്ളയെ പിടിച്ചു കാണൂല. ഇനി അതൊക്കെ ശീലായിക്കോളും, അപ്പോൾ ശരിയാകും. അല്ലാതെ നിങ്ങൾക്ക് ഒരു മാറാത്തൊരു സോക്കടും അല്ല. നിങ്ങളെത്തൊക്കെ ഈ പറയണത്? നീച്ചാണി അവിടുന്ന്. അപ്പം എനിക്ക് പോക്ക് നിർബന്ധമല്ലേ കുഞ്ഞോളെ? നാളെങ്കിലും പോയാ പോരടി. എത്ത ഇമ്മാന്റെ വിചാരം? അല്ലെങ്കിൽ ഇമ്മാന്റെ ഒരു വർത്താനുണ്ട്, കെട്ടിച്ചുട്ടാ പെൺകുട്ടികൾ സ്വന്തം പേരിൽ ഒരു പരിധി വരെ നിൽക്കാൻ പാടുള്ളൂ. ഇപ്പൊ നേരെ കുത്തനെ ഞങ്ങളെ വർത്താനം. ഇതേതായാലും ഞാൻ പോകാൻ തീരുമാനിച്ചിക്കണമ്മ. അല്ലെങ്കിലും ഒരു 2-3 ആഴ്ച ആയാല് എന്തായാലും അവിടെ ചെന്നിട്ടില്ലെങ്കിൽ ഓലെന്താ കരുതുക? ഇപ്പൊ പോയിക്കണെങ്കിലേ ഇനി ഓലിങ്ങോട്ട് പറഞ്ഞായിക്കോളൂ. അല്ലെങ്കിൽ തന്നെ പണിയെടുത്ത് മനസ്സിനാകെ ക്ഷീണം പിടിച്ചിക്കണേ. രാവിലെ വരല്ലേ കൊരയും തുമ്മലും, ശരിക്കും ഉറങ്ങാനും കൂടിയും പറ്റിയിട്ടില്ല. ഇടക്കും തലക്കുള്ള കഞ്ഞിയും വെള്ളം കൊടുക്കലും ഞാൻ കൊണ്ടൊന്നും പറ്റൂലേ. അവിടെ ആകുമ്പോൾ പിന്നെ AC കൂടെ നടന്ന് പണിയെടുത്താൽ മതിയല്ലോ. അല്ലമ്മ, എന്തോ ഇങ്ങോട്ട് പൈസ എന്തേലും ഉണ്ടോ? പെട്ടെന്നുള്ള വരവായിട്ടേ ഞാൻ ഒന്നും കരുതിയിട്ടില്ല. ഓലാണെങ്കിൽ ഒന്നും തന്നതുമില്ല. ഇങ്ങനത്തെ എന്തേലും ഉണ്ടോ? അപ്പം അല്ലോ ഞോളെ, കഴിഞ്ഞ ആഴ്ചയല്ലേടി ചെറിയോൻ പൈസ അയച്ചപ്പോൾ അതിന് ഉമ്മ അറിയാതെ എനിക്കൊരു 5000 ഉറുപ്പിക എടുത്ത് തന്നില്ലേ. അതിപ്പോൾ എത്ര പെട്ടെന്ന് കഴിഞ്ഞോ? എന്താ ഇപ്പം എനിക്ക് അതിന് ചെലവുണ്ടായിക്കണത്? അത് ശരി, അപ്പൊ ഇമ്മ അതൊക്കെ കണക്ക് വെച്ചോണ്ടിരിക്കല്ലേ? ഒരു 5000 ഉറുപ്പിക കൊണ്ട് എന്തൊക്കെ ആക്കാനാ? ആ ചുരിദാറിന് തന്നെ അയക്കണ് 3000 ചില്ലാനം. പിന്നെ ഫോണ് റീചാർജ് ചെയ്തില്ലേ? പിന്നെ അങ്ങാടിക്ക് പോയിക്കണമെങ്കിൽ ഇന്റെ ചെലവ് പുറമേ. പിന്നെ അതിലെന്താ ബാക്കി ഉണ്ടാകുമ്മ? ചുരുക്കം പറഞ്ഞ 5000 ഒന്നുമല്ല. ഇമ്മ അങ്ങനെ കണക്ക് ചോദിച്ചതൊന്നും അല്ലോ ഞോളെ. സീനും ഓനും അറിയാത്ത പൈസയാണത്. ഓല് ഞറിഞ്ഞിക്കണമെങ്കിൽ ഓക്കിപ്പോൾ എത്തിനാ ഇത്രയും പൈസേൻ്റെ ആവശ്യമൊന്നും പറഞ്ഞിട്ട് ചോദ്യവും പറച്ചിലും മുഴുവനും ആകും. അത് കരുതിയിട്ട് കാണാതെ എടുത്ത് തന്നതാണ്. ഉമ്മാൻ്റെ കുട്ടി ഒരു കാര്യം ചേച്ചി, ഉമ്മാൻ്റെ ബാഗ് ഉണ്ടാ ഷോക്കേസിൽ, അതെടുത്തോടുന്നാ ചെല്ലേ. അതിന് ഇമ്മടെ കിടന്നോളേ, ഞാൻ എടുത്തോണ്ട്.
ഓ ആ ഇതെങ്കത് ഞാൻ എടുത്തിക്കണട്ടാ. പൈസ കിട്ടിയപ്പോൾ പെണ്ണിൻ്റെ ഒരു തെളിച്ചം കണ്ടില്ലേ മുഖത്തിൻ്റെ. ഓരോ പാർക്കിൽ കഴിഞ്ഞ് പോകുമ്പോഴും 2000 3000 16 ഉറുപ്പ്യയിലും കൊടുക്കാതെ ഓളെ ഇവിടുന്ന് പറഞ്ഞയക്കലില്ല. അതൊക്കെ ഇപ്പോൾ ഈ ചെറുക്കന്മാരറിയാതല്ലേ. സ്വന്തം പെറ്റമ്മക്കൊന്ന് വെച്ചാതായപ്പോൾ ഒന്ന് നിൽക്കാനും ഒപ്പം കൊണ്ട് നോക്കാനും അതിന് മാത്രം വെച്ച. അല്ല ഞോളെ കുഞ്ഞോളെ എന്തേ എന്താ അല്ലടി ഓൻ വിളിച്ചിക്കണം കഞ്ഞ് ഇമ്മാക്ക് വെജാതെ ഇജ്ജ് ഇവിടുന്ന് പോയിക്കണെന്ന് അറിഞ്ഞിക്കണമെങ്കിൽ ഓൾക്ക് ഇപ്പം ചെറുക്കന്മാർ അത് പോരെ. ഓ വല്ല ഒച്ചയും വിളി ഉണ്ടാക്കാൻ. സീനു ആണെങ്കിൽ ഇപ്പോൾ ഒന്നും വരും തോന്നണില്ല. അമ്മാരത്തെ കടുത്ത വർത്താനല്ലേ ഇപ്പോൾ ഇവിടുന്ന് ഉണ്ടായിക്കണത്. കണ്ടുകൂടാതെ ആക്കി തീർത്തില്ലേ. ഇമ്മാൻ്റെ ഒട്ടിയൊരു കാര്യം ചേച്ചി, ഇമ്മാക്കൊന്ന് നടക്കാനായി ഭേദാഗോളം ഒരു 4 ദിവസം കൂടി ഒന്ന് നിന്നളാ. ഏതായാലും ഇപ്പോൾ സെമീർ വിളിച്ചിട്ടും പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ ഇപ്പം എത്ര പിടിച്ച് ചെല്ലാനേ. ഒരു 4 ദിവസം കൂടി നിന്നളാ. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അപ്പം ചെറിയോൻ വിളിച്ചു. അപ്പം എത്തായാലും ഇപ്പം എൻ്റെ വിശേഷം കൂട്ടം ചോദിച്ചൂലേ. എത്താ പോലോട് പറയണ്ട ഉമ്മ. ഇഞ്ച പൊന്നാരിമ്മ, ഇമ്മാക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാകൂലേ. ഓലോട് കാര്യം പറഞ്ഞിട്ട് കൊടുക്കി. അല്ലെങ്കിലും കെട്ടിച്ചു കൊടുത്തപ്പോ അമ്മക്കളെ പെരയിൽ ഇങ്ങനെ കിട്ടുമോ കാലാകാലം? ഇങ്ങക്കേ 2 മരക്കളില്ലേ? ഇങ്ങക്ക് വെജാന്ന് അറിയുമ്പോ മരക്കള് വന്ന് നോക്കട്ടെ. അതിനല്ലേ ഇങ്ങക്ക് മരക്കള്. ഓല് വന്ന് നോക്കോന്ന് അറിയാനാ ഞാൻ ഇപ്പൊ ഇവിടുന്ന് പോണതും കൂടി. അതറിയോ ഇങ്ങക്ക്? ഇങ്ങളെ നോക്കാനല്ലേ ഇങ്ങളെ മക്കള് ഗൾഫിൽ പോയിട്ട് അധ്വാനിക്കണത്. അല്ലാതെ കണ്ട പെണ്ണുങ്ങൾക്ക് സുഖിച്ചാനാ? ഇമ്മക്കൊരു കഥയും പറയണില്ല. ഇവിടെ മാറിക്കാണി. പിന്നെമ്മ ഞാൻ പോയിക്കണെങ്കിലേ ഇനി എത്തോളം അങ്ങനെ വിളിച്ച് ചോദിച്ചാൽ നിൽക്കണ്ട കേട്ടോ. ഞാൻ എത്തിയിട്ട് ആക്കം പോലെ വിളിച്ചിട്ടുണ്ട്. പിന്നെ സിനുവോ പൂയൊക്കെ വിളിച്ചാണെങ്കിൽ ഞാൻ പോയിക്കണ്, എനിക്ക് അവിടുന്ന് ഒരു വിളിച്ചിന്ന് പറഞ്ഞാൽ മതി കേട്ടോ. എന്നാ ശരിട്ടമ്മ, ഒക്കെ ഞാൻ പറഞ്ഞ പോലെ കേട്ടോ. പിന്നെ നല്ലോണം ഒന്നും പണിയെടുക്കാൻ നിൽക്കണ്ട. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചാൽ മതി. അതപ്പം തന്നെ മാറും. അല്ലാത്തൊരു കുഴപ്പമല്ല. നിങ്ങളെ മുഖം കണ്ടാ അറിയൂലേ. അത് പള്ളയിൽ പറ്റാത്തൊക്കെ തിന്നിട്ടാണ് ഇമ്മ. ഇമ്മയോട് ഞാൻ എപ്പോഴും പറയലില്ലേ ഇടയ്ക്കിടയ്ക്ക് നൂഡിൽസ് ഒക്കെ തിന്നണമെന്ന്. ഇമ്മക്ക് ഏതും പറ്റൂല. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇതല്ലാത്തൊരു കുഴപ്പമല്ല. എന്നാ ശരിട്ടമ്മ. ഇമ്മാൻ്റെ കുട്ടി പോയിക്കോ. കാര്യം എന്താണെങ്കിലും അവിടെ ചെന്ന് ഇങ്ങനത്തെ പണി നോക്കണ്ടോ. ഇവിടെ എന്തൊക്കെ ഒരു പണിയാ. സീനു തുറക്കുമ്പോൾ ഒന്നും അറിയണ്ട. ഇത് 2 ദിവസം കൊണ്ട് അടിക്കല് തുടക്കല് കെഗല് മോറല് വാരല്. ഹോ എങ്ങനെ ഒച്ചയിലും വെളിയിലും കഴിഞ്ഞ പേരെ ഒക്കെ പോയി. ഒരു പേരുണ്ടായിട്ട് മക്കളുമില്ല മരക്കളുമില്ല. ഒന്നിനും ഒരു യോഗല്ല. ഒരു പെൺകുട്ടി ഉള്ളത് നേരം വരണപ്പണ്ട് കോലം മാറി. അപ്പൊ കാട്ടണേ
അതിനിപ്പോൾ അതേക്കും തോന്നിക്കണത്. ഏത് നേരത്താ അപ്പം അതവിടെ എത്തുക. നല്ലേൽക്ക് ഞാൻ പറഞ്ഞേക്കണ കഞ്ഞിയും വെള്ളം കുടിച്ചിട്ട് പോകാന്ന്. ഓ, ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാനോ ആരുമില്ലല്ലോ റബ്ബേ. ആരാപ്പത്? അല്ലാ, അഞ്ച ചെറിയോനാ. ആ കുട്ടിയെ. ആമാ എന്താ ഫോൺ എടുക്കാത്ത? ഞാൻ കൊറേ നേരമല്ലേ ഉയ്യ തുടങ്ങിയിട്ട്. ആ എന്താ അവിടെ ആരുമില്ലേ? അതടാ, ഇമ്മ അപ്പുറത്തേന്നേ. എന്താ നിങ്ങക്ക് പണി? അതെന്താ, ഇമ്മ ഓരോ പണിയെടുത്തോണ്ട് നിൽക്കുന്നേ. കൊഴപ്പൊന്നുമില്ല. എന്തൊരു ക്ഷീണൊക്കെ? എന്താ മുഖത്തിനെ പറ്റി? ആ ക്ഷീണത്തിലാണല്ലോ. എന്താ വയ്യായില്ല? അങ്ങനെയൊന്നുമില്ലടാ. പിന്നെ അതെ, കുഞ്ഞോള് പോയിക്കണ് ചെറിയോനെ. കുഞ്ഞോളും പോയാ? ആ, ഓളെ സെമീർ വിളിച്ചിക്കണ്. അപ്പോൾ ഓളങ്ങനെ പോയതാ. നാളെ മറ്റന്നാ വരേക്കാരം. ഇപ്പൊ താത്തയും പോയി, കുഞ്ഞോളും പോയി, പെണ്ണും പോയി, എല്ലാരും പോയി. ഇപ്പൊ നിങ്ങൾ ഒറ്റക്കായില്ലേ? ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇപ്പൊ നിങ്ങൾ എന്തിനാണ് ഈ പരിഗണന മനസ്സിലായി. എന്താ അവിടെ സംഭവിച്ചിരിക്കണേ? ഓളിപ്പൊ കെട്ടിച്ചോടത്തുനിന്ന് ഇപ്പൊ അങ്ങനെ വന്ന് നിൽക്കാൻ പറ്റുമോ ചെറിയോനെ? ഇവിടെ നിക്കണേന് ഒരു പരിധിയൊക്കെ അല്ലേ. അത് കുഴപ്പല്ലേ. രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പോകാനായിട്ട് വന്നതല്ലേ? എന്താ ഇപ്പൊ 4 ദിവസം കൊണ്ട് തന്നെ ഓടിയത്? അത് സാരല്ലേ. പെൺകുട്ടികളെപ്പം ഉമ്മക്ക് അങ്ങനെ കിട്ടുവോ? ആദ്യം കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ആദ്യം താത്താനെ പറഞ്ഞയച്ചു, പിന്നെ പെണ്ണിനെ കൊടുത്ത് പറഞ്ഞയച്ചു, ഇപ്പൊ കുട്ടിയോളും പോയി. എങ്ങനെയുണ്ട്? ഇപ്പൊ സിനുവും പോയി, താത്തയും പോയി, കുഞ്ഞോളും പോയി. ഇതിനൊക്കെ കാരണക്കാരി ആരറിയോ? നിങ്ങൾ മാത്രാണ്. നിങ്ങളാണ് ഓലക്ക് വഷളാക്കിയത്. നിങ്ങള് എല്ലാരും ഒരേമാതിരി കാണലോടത്ത് നിങ്ങളെന്താക്കി? മകളെ മാത്രം പൊന്തിച്ച് വെച്ചിട്ട് മലക്കളെ വേറെ കണ്ണോണ്ട് കണ്ടു. മലക്കളെ നിങ്ങളൊരു വേലക്കാരിയായിട്ട് കണ്ടത്. അതിനുള്ളതിൽ ഇപ്പൊ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ആവശ്യമായിരുന്നു. ഇതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സിനുവിനെ പറഞ്ഞേക്കാതെ അവിടെ എത്തിയത്. ഇപ്പൊ മനസ്സിലായില്ലേ? കുഞ്ഞോളെ ആ ഫോണുമ്മ കളിച്ച് കിടക്കല്ലാതെ ഓള് എന്തെങ്കിലും ഒരു പണി എടുത്താ. ഇന്നലെയൊക്കെ ഓളെ എന്താ കാണിച്ചത്? എന്തെങ്കിലും ഓള് ഉണ്ടാക്കി തന്നത്? പട്ടിണി കിടന്നില്ലേ? ഇതാ പറഞ്ഞത്, മരക്കളെയും മക്കളെ പോലെ സ്നേഹിക്കണമെന്ന്. നിങ്ങൾ മരക്കളെ വേറെ കണ്ണിലും മക്കളെ വേറെ കണ്ണിലും കണ്ടു. അതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരിക്കണത്. ഞാൻ അവിടെ കയറി പോയപ്പോ സിനുവിനോട് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം പറഞ്ഞോണ്ടാണ് സിനു ഇത്ര ദിവസം അവിടെ പിടിച്ചിരുന്നത്. ഞങ്ങൾ ഈ നാടും വീടൊക്കെ വിട്ടു വന്ന് ഈ ഗൾഫിൽ ഇങ്ങനെ ജീവിക്കുന്ന നേരത്തെ നിങ്ങൾ നാട്ടിലിങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ ആരപ്പം നിൽക്കുക? ഇമ്മാനൊപ്പം നിന്ന ഭാര്യ തെറ്റി, ഭാര്യനൊപ്പം നിന്ന ഉമ്മയും തെറ്റി. അപ്പൊ ഇതെല്ലാം ചേർത്ത് പിടിച്ചു കൊണ്ടുപോകണ്ട നിങ്ങൾ ഈ കോലത്തിലാക്കിയത് അത് നിങ്ങളെ മാത്രം തെറ്റാണ്. അപ്പൊ ഇനി ഞാൻ പണിയാൻ ഞാൻ സിനുവിനോട് പറഞ്ഞേക്കാം, ഇനിയെങ്കിലും നിങ്ങളെ മക്കളെ സ്നേഹിക്കുന്ന പോലെ മരുക്കളെ സ്നേഹിച്ച് ചേർത്ത് പിടിച്ച് ഒന്നിച്ച് ജീവിച്ചു പോകാൻ നോക്കോളി. അതല്ലെങ്കിൽ ഇനി കാലാകാലം സിനു അവിടെ ആയിരിക്കും. ഓക്കെ, എന്നാ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനല്ല. ഞാൻ സിനുവിനെ വിളിച്ചിട്ട് പറഞ്ഞേക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഒക്കെ എൻ്റെ ഭാഗത്തുള്ള തെറ്റ. എൻ്റെ കുട്ടികള് നാനാധീനപ്പെട്ടു പോയത്.